guys, welcome to yet another video of Monkey 32. ഇന്ന് ഞങ്ങളപ്പോൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. വേറൊന്നിന്റെ സുട്ടുവിനൊരു വള വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ്. അതിനായിട്ടൊരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ പോവുകയാണ് ഈ കുഞ്ഞു കൈകളിലേക്ക് വളകൾ ഇടാനായിട്ട്. ഉണ്ടായിരുന്ന വളയെല്ലാം ചളക്കി ഒരു പഴുവാക്കി വെച്ചേക്കുക. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ജ്വല്ലറിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. റൂവിലുള്ള കൊച്ചിൻ ജ്വല്ലറിയിൽ നിന്നായിരുന്നു സുട്ടുവിനുള്ള ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തതൊക്കെ. അവളവിടെ ചെന്നപ്പോൾ രണ്ട് കുട്ടികളെ കണ്ട് അതുവരെ ഓടിച്ചാടി ആ ജ്വല്ലറി തന്നെ തിരിച്ചു വെക്കുന്നുണ്ട് കുറച്ച് കഴിയാൻ നേരത്ത്. വളകാണിച്ച് അമ്മേനെ വളകാണിച്ച് സുട്ടു. ആ തിരിച്ചു കൊടുക്കുന്ന അത് ബില്ല് ചെയ്യാനുള്ള. എന്താ സുട്ടു? കൊടുക്ക് കൊടുക്ക്. അതെ ചുട്ടു ഇടുമ്പോ അതല്ലേ സുട്ട് കാണിച്ച് കൈ കാണിച്ച് അമ്മേനെ കാണിച്ച് സുട്ട് ബാങ്കിൽ കാണിച്ച്. ഓക്കെ, സുട്ടുവിന് വളയും ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സെൻട്രൽ പോയിന്റിലോട്ടാണ്. അവിടുന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് പോകുന്നത്. പക്ഷേ സമയം ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പർച്ചേസിങ് ഒക്കെ എത്ര പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് നോക്കാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. ഈ സമയം ആയതുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഐറ്റിന് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ഓർത്തു. ഇവിടെ ചെന്നാലും എൻ്റെ സുട്ടുവിന് ഇങ്ങനെ ചെരുപ്പുകൾ ഒരു വീക്ക്നെസ് ആണ്. സുട്ടു ബാ 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 സുട്ടു ബാ 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 ബാ. എടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് സുട്ടിനെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുക ഇച്ചിരി പാടായിരുന്നു. അതന്നെ ഡ്രസ്സ് നോക്കാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നു. സുട്ടു അമ്മ ഇറക്കി വിടട്ടെ, താഴോട്ട് വിടട്ടെ അമ്മ. സുട്ടിന് ഉറക്കം വരുന്നുണ്ട്. ഇന്ന് എൻ്റെ പർച്ചേസിങ് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെടുക്കാനോ അമ്മ? ഇതെടുക്കണോ അമ്മ? അച്ഛൻ കൊണ്ട് കാണിക്കട്ടമ്മ. ഇതെടുക്കട്ടമ്മ. ഈ ഡ്രസ് എടുക്കട്ടെ സുട്ടു? അത് ഈ ഡ്രസ് എങ്ങനെയുണ്ട്? സുട്ടാണ് ഇന്ന് എനിക്ക് സെലക്ട് ചെയ്യുന്നത്. അത് അമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമായില്ല സുട്ടു. ഈ ടോപ്പ് എങ്ങനെയുണ്ട്? ദാ ഇതെങ്ങനെയുണ്ട്? ഈ ടോപ്പ് എങ്ങനെയുണ്ട്? ഇതമ്മയ്ക്ക് ചേരുവോ? അമ്മയ്ക്ക് പറ, അമ്മയ്ക്ക് ചേരുവോ? അമ്മ എടുക്കട്ടെ, ഇത് ഡ്രസ് എടുക്കട്ടെ സുട്ടു? സുട്ടിന് ഇഷ്ടായോ? അമ്മ എടുക്കട്ടെ ഡ്രസ്?
എന്നാ വേണ്ട വേണ്ട, വാ പോ. അടുത്ത് ഇതിലെടുക്കണം. ഇത് ഇഷ്ടായോ? എല്ലാം ഇഷ്ടമാണല്ലോ. എല്ലാം കൂടെ അമ്മ എങ്ങനെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്? ഒരെണ്ണം സെലക്ട് ചെയ്തോ അമ്മയ്ക്ക്? ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തോ? ഇവിടുന്ന് ഏത് ഡ്രസ്സാ സുട്ടുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? പറ സുട്ടു. ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടാതെ അങ്ങനെയാണെന്ന് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പറ സുട്ടു. ഏതമ്മ എടുക്കണ്ടേ? ഏതെടുക്കണം? ഏത് ഡ്രസ്സ് എടുക്കണം? ഇങ്ങോട്ട് നോക്ക് കുട്ടി. ഇതിന്റെ അച്ഛൻ ഡ്രസ്സൊന്നും എടുത്ത് കഴിഞ്ഞില്ലല്ലോ. ആണോ? എനിക്ക് സുട്ടു കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സമയം രാത്രി 10 മണിയായി. അപ്പൊ എനിക്ക് വലിയ പർച്ചേസിങ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഇല്ല. സുട്ടുവിന് ഇച്ചിരി വിശപ്പൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നിർത്തി എവിടുന്നേലും ഫുഡും കഴിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. സുട്ടു ബൈ ബൈ പറ. സുട്ടുവിനൊക്കെ നല്ല വിശന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാ. എന്ത് പാപ്പ സുട്ടിന് വേണ്ടെന്ന് അയച്ചിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. സുട്ട് സെലക്ട് ചെയ്തെന്ന് ഒരു ഡ്രസ്സ് പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ പഠിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക.